സാർ നമസ്കാരം, മാതൃഭൂമിയാണ്. സാർ, തൃശ്ശൂരിലെ വലിയ ആരോപണമാണുള്ളത്. സാർ എന്താണ് അതിൽ പ്രതികരിക്കാനുള്ളത്? സാർ, താങ്കളുടെ ഡ്രൈവർ ഉൾപ്പെടെ വോട്ട് കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നു. സാർ ഒന്നും പ്രതികരിക്കാനില്ല. സാർ, വ്യാപകമായി RSS നേതാവ് ഷാജി കെയാറും വ്യാജ വോട്ട് ചേർത്തു എന്ന് ആരോപണം. സാർ, യാതൊരു പ്രതികരണമില്ലേ? ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ് സാർ. സാർ ഒന്നും പറയാനില്ലേ? സാർ ഒന്നും പറയാനില്ലേ? സാർ, വലിയ ആരോപണമാണ് സാർ. യാതൊന്നും മിണ്ടാതെ, ചോദ്യങ്ങളോട് യാതൊന്നും പ്രതികരിക്കാതെ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയിരിക്കുകയാണ്. വോട്ട് വന്ന വഴിയെക്കുറിച്ച് ചോദിച്ചാൽ സൂപ്പർ ഹീറോ ഡയലോഗും ആക്ഷനും മറക്കും. ഒരക്ഷരം മറുപടിയില്ല. 1,46,500 പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ട തൃശ്ശൂരിൽ ആസൂത്രിതമായ വ്യാജ വോട്ട് ചേർക്കലിന്റെ കഥ ചുരുളഴിഞ്ഞു വരികയാണ്. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് വോട്ടുള്ള സുരേഷ് ഗോപിയുടെ ഡ്രൈവർ S. അജയകുമാർ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ കയറിയത് വ്യാജ മേൽവിലാസത്തിലാണ്. 6 മാസം മണ്ഡലത്തിൽ താമസിക്കാതെയാണ് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ ഭാരത് ഹെറിറ്റേജ് എന്ന വിലാസത്തിൽ വോട്ട് ചെയ്തത്. ആലത്തൂർ, ചാലക്കുടി മണ്ഡലങ്ങളിലെ BJP പ്രവർത്തകരുടെ വോട്ട് ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും വിലാസത്തിൽ തൃശ്ശൂരിൽ ചേർക്കുകയായിരുന്നു. സുരേഷ് ഗോപി രാജിവെക്കണമെന്നും തൃശ്ശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമുള്ള ആവശ്യം LDF-ഉം UDF-ഉം ഉന്നയിച്ചു കഴിഞ്ഞു. തൃശ്ശൂരിലെ ജനവിധി അട്ടിമറിക്കപ്പെട്ടോ എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ S. K. സജീഷ്, CPM ശ്രീ അബിൻ വർക്കി, കോൺഗ്രസ് ശ്രീ P. ശ്യാംരാജ്, BJP എന്നിവർ. ശ്രീ ശ്യാംരാജ്, 1,46,500 വോട്ടുകൾ 2019 അപേക്ഷിച്ച് തൃശ്ശൂരിൽ 2024 കൂടുതലായി വന്നിട്ടുണ്ട്. അതിൽ ഒരു പങ്ക് നിശ്ചയമായും ജെനുവിനായിട്ടുള്ള പുതിയ വോട്ടർമാരാണ്. ബാക്കി എത്ര വളരെ ആസൂത്രിതമായി മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ജയിപ്പിക്കാൻ വേണ്ടി ചേർത്ത വോട്ടുകളാണ് എന്നാണ് ഇനി അറിയാനുള്ളത്. ഇപ്പോൾ ഓരോ ബൂത്തുകളിലെയും കണക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വോട്ട് തന്നെ ഈ പറഞ്ഞ ഗണത്തിൽ, അതായത് അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് സ്ഥിരതാമസക്കാരനാണ്. അദ്ദേഹത്തിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം 41-ാം ഡിവിഷനിലാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വോട്ടുള്ളത്. പക്ഷേ ഇവരെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ സ്വന്തം വോട്ട് പോലും വേണമെങ്കിൽ വ്യാജം എന്ന് ബ്രാക്കറ്റ് ഇട്ട് വിളിക്കാവുന്ന അവസ്ഥയിലാണോ സുരേഷ് ഗോപി? അഭിലാഷേ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടനുബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളടക്കമുള്ള ആളുകൾ വോട്ട് ചേർക്കുകയുണ്ടായി. തീർച്ചയായിട്ടും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത്. പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും 1,00,000-ലധികം വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നേ. അപ്പോൾ തൃശ്ശൂർ മാത്രം ചേർത്തു എന്നുള്ളതെന്തോ, നിങ്ങൾ തൃശ്ശൂർ 1,00,000-ലധികം വോട്ടുകൾ കൂടി എന്നുള്ളതെന്തോ വലിയ സംഭവമായിട്ട് നിങ്ങൾ പർവ്വതീകരിച്ച് പറയുകയും അതിനെന്തോ മറ്റ് ദുഷ്ടലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ ഒരു വലിയൊരു അജണ്ടയിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഒരു മണ്ഡലത്തിലെ വോട്ട് ചേർക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ തൃശ്ശൂരിലെ സ്ഥിരതാമസക്കാരാണോ? അവരെങ്ങനെയാണ് അവിടുത്തെ വോട്ടർ പട്ടികയിൽ വന്നത്? 6 മാസം ഈ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളുകളാവണം. സത്യവാങ്മൂലം നൽകിയിട്ടാണല്ലോ അവർ വോട്ടർമാരായി മാറിയത്. അവർ താമസിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപിയുടെ ഡ്രൈവർ, ശാസ്തമംഗലത്തുള്ള സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ വന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു അഡ്രസ് ഉണ്ടായിരുന്നോ? ഒരു ഫ്ളാറ്റിലെ വ്യാജ അഡ്രസ്സിൽ. ഇപ്പോ ഞങ്ങൾ വോട്ട് ചേർത്തു എന്നത് താങ്കൾ പറഞ്ഞല്ലോ. നിങ്ങൾ വോട്ട് ചേർത്തത് വ്യാജ അഡ്രസ്സിലായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. അഭിലാഷേ, വ്യാജ അഡ്രസ്സിലൊന്നുമല്ല. നോക്കൂ, സുരേഷ് ഗോപി നിങ്ങൾ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 1.5 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെ തന്നെ താമസമുണ്ടെന്നേ. ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയതെന്ന്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയതെന്ന് എനിക്കറിയില്ല. സുരേഷ് ഗോപിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രേഖകൾ നിങ്ങൾ ഹാജരാക്കൂ? ഏത് രേഖയാണ് കാണേണ്ടത്? സുരേഷ് ഗോപിയുടെ സഹോദരന് അവരുടെ കുടുംബ വീട്ടിൽ കൊല്ലത്ത് ഇരവിപുരം മണ്ഡലത്തിൽ വോട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പോഴും. ആണോ? അതിൽ രേഖയുടെ കാര്യത്തിൽ ശ്യാമിന് സംശയമുണ്ടോ? ഇരവിപുരം മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ സഹോദരന് വോട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് സംശയമുണ്ടോ? കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ ഈ 2 ഇടങ്ങളിലൊക്കെ വോട്ടുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് എത്രയോ നേതാക്കന്മാർക്ക് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രശ്നം 2 ഇടത്തും വോട്ട് ചെയ്തോ എന്നുള്ളതാണ്. 2 ഇടത്തും വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെ തൃശ്ശൂരിൽ വോട്ട് ചെയ്യല്ലേ? 2 ഇടത്ത് എന്തിനാ വോട്ട് ചെയ്യുന്നത്? തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇരവിപുരം മണ്ഡലത്തിൽ അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആൾ തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലല്ല, അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വോട്ട് ചെയ്ത ആൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സുരേഷ് ഗോപിയുടെ സഹോദരൻ
എവിടെ വോട്ട് ചെയ്തു? അല്ല, ഇതാണ് പ്രശ്നം. നോക്കൂ, 6 മാസം ഒരിടത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിലവിലെ നമ്മുടെ രാജ്യത്തെ നിയമസഭ സംവിധാനങ്ങൾ അനുസരിച്ചിട്ട് 6 മാസം ഒരിടത്ത് സ്ഥിരമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാമെന്നേ. അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നേ. ഇനി എത്ര പേരെ നിങ്ങൾക്ക് വോട്ട് കൂട്ടാൻ വേണ്ടി പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തിട്ടുള്ളത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തിട്ടുള്ളത് ഗുരുവായൂരാണ്. പക്ഷേ ആ ഗുരുവായൂർ ഞങ്ങൾ 3-ം സ്ഥാനത്തേക്കാണ്. ഏറ്റവും കുറവ് വോട്ട് ചേർത്തിട്ടുള്ളത് പുതുക്കാടാണ്. അവിടെ ഞങ്ങൾ 1-ം സ്ഥാനത്താണ്. അപ്പോൾ ഇതിനൊന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലോജിക്കൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന വാദങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ന്യായങ്ങളുമില്ല. ഒരാൾക്ക് ഒരു വോട്ടാണല്ലോ ഉണ്ടാവേണ്ടത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ റിവൈസ് ചെയ്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ വോട്ടറാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ 41-ാം വാർഡ് ശാസ്തമംഗലം. വോട്ടർ നെയിം സുരേഷ് ഗോപി. ഹൗസ് നമ്പർ 022/1788. ലക്ഷ്മി. ജെൻഡർ എം. ഏജ് 62. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരത്തെ വോട്ടറാണ് സുരേഷ് ഗോപി. അദ്ദേഹം കുമ്പിടിയൊന്നും അല്ലല്ലോ. ഏതെങ്കിലും ഒരു സ്ഥലത്തല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ കുമ്പിടികളും ആരുമില്ല. അതാണ് ഞാൻ പറഞ്ഞിപ്പോ രമേശ് ചെന്നിത്തല നോക്കൂ. രമേശ് ചെന്നിത്തല അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഹരിപ്പാടേക്ക് വോട്ട് മാറ്റിയതാണെന്ന്. ഇനി വി ഡി സതീശന്റെ ഇതൊന്നുമല്ല. വി ഡി സതീശൻ എവിടെയാണ് താമസിക്കുന്നത്? വി ഡി സതീശൻ താമസിക്കുന്ന അദ്ദേഹം ആലുവയിലെ സ്ഥിര താമസക്കാരനും അദ്ദേഹം വോട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവും വോട്ട് ചെയ്യുന്ന പറവൂരുമാണ്. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നതാണെന്ന്. ഇത് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബവും ചെയ്യുമ്പോൾ ഇതെന്തോ മഹാപരാധം പോലെ നിങ്ങൾ ചിത്രീകരിക്കുന്നതും അതിന് പിന്നിലെ ഒരു ഗൂഢലക്ഷ്യമാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. തൃശ്ശൂരിലെ വിജയം അത്ര രസിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് ജനിച്ച് അവിടെ വോട്ടുണ്ടായിരുന്ന ഒരാള് കുറച്ചു കാലം വേറൊരു സ്ഥലത്ത് ജോലിക്കോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ ആയി പോയി താമസിക്കുന്നു. അവൻ 1 വർഷമോ 2 വർഷമോ 6 മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിച്ചാൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ വോട്ട് ചെയ്യാം. അതിനെയൊക്കെ നമ്മൾ സ്വാഭാവികം എന്ന് വിളിക്കും. ഇപ്പോൾ ശ്യാംരാജ് മലപ്പുറത്തല്ലേ ഇരിക്കുന്നത്. മലപ്പുറത്തെ പ്രമുഖനായ BJPയുടെ നേതാവ്, ഇപ്പോഴത്തെ സംസ്ഥാന ഭാരവാഹി പട്ടികയിലെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. ഞാൻ അദ്ദേഹം ടെലിവിഷൻ ചർച്ചകൾ വരുന്ന ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് തന്നെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മലപ്പുറം എന്നാണ്. അപ്പോൾ മലപ്പുറത്തുള്ള ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പൊന്നാനിയിലെ വോട്ടർ, അദ്ദേഹം വോട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ആളാണ് നിങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ. അദ്ദേഹം തൃശ്ശൂരുകാരനാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് വർക്കിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വോട്ട് ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന് അവിടെ അഡ്രസ് ഉണ്ടായിരുന്നോ? നിങ്ങളുടെ തന്നെ വേറൊരു നേതാവിന്റെ വീടിന്റെ അഡ്രസ്സിൽ അദ്ദേഹം അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ട് ചെയ്തു. നേതാവിന്റെ കാര്യമാണ്, പ്രമുഖ നേതാവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് നാടൊട്ടുക്കുമുള്ള BJPക്കാരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി അവരെ അവിടുത്തെ വോട്ടർമാരാക്കിയാണ് നിങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്നുള്ളതാണ് ചുരുളഴിഞ്ഞു വരുന്ന കഥ. അഭിലാഷ്, അങ്ങനൊന്നുമല്ല. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2-3 വർഷങ്ങളായിട്ട് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന്. ഈ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണസമയ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളുണ്ട്, പൂർണ്ണസമയ പ്രവർത്തകരല്ലാത്ത ആളുകളുണ്ട്, ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന ആളുകളുമുണ്ടെന്ന്. ഞാനിപ്പോൾ ഞാൻ ഇടുക്കിക്കാരനാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. എൻ്റെ വോട്ട് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയകളാണെന്ന്. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണെങ്കിലും അദ്ദേഹം അവിടുത്തെ പാർട്ടി അദ്ദേഹത്തിന് നൽകിയ ചുമതല കൊണ്ട് അദ്ദേഹം തൃശ്ശൂർ വന്ന് താമസിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കുന്നത് തൃശ്ശൂർ വിലാസമുണ്ടോ? അദ്ദേഹത്തിന് വാടക വീടെങ്കിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം ഇടുക്കിക്കാരനായ ശ്യാം എറണാകുളത്ത് ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞല്ലോ, അല്ല അങ്ങേക്ക് അവിടെ ഒരു താമസ സ്ഥലമെങ്കിലും ഉണ്ടല്ലോ. പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്ത നിങ്ങളുടെ പ്രമുഖ നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇപ്പോൾ തൃശ്ശൂരുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ഈ പറയുന്ന ഉത്തരത്തിൽ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മളെ 4-5 മിനിറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ കയറി താങ്കൾ എന്നോട് സംസാരിക്കാനും സമ്മതിക്കുന്നില്ല. ഇവിടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വോട്ട് തൃശ്ശൂർ ചെയ്തതിൽ നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറയും? അല്ല, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എങ്ങനെയാണ് അവിടുത്തെ വോട്ടറായി മാറുന്നത് എന്നുള്ളതാണ് ചോദ്യം. അനുശാസിക്കുന്ന ഏത് രീതിയിലാണോ ആ രീതിയിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. അദ്ദേഹം പൊന്നാനി മണ്ഡലത്തിലെ വോട്ടറാണ്. അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തൃശ്ശൂർ വന്നിട്ടുണ്ടാവും. അങ്ങനെ വരുന്നവരൊക്കെ അവിടങ്ങളിലാണ് വോട്ട് ചെയ്യേണ്ടത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അദ്ദേഹത്തിന് അവിടുത്തെ സ്ഥിര അഡ്രസ്സോ അല്ലെങ്കിൽ അദ്ദേഹം വാങ്ങിയ വീടോ, ഏത് അഡ്രസ്സിലാണ് വോട്ട് ചേർത്തത്? പോട്ടെ, അദ്ദേഹം ഏത് അഡ്രസ്സിലാണ് വോട്ട് ചേർത്തത്? അത് ചോദിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ ആ ഏത് അഡ്രസ്സിലാണെന്നുള്ള എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. പേര് ഉണ്ണികൃഷ്ണൻ വി, അച്ഛന്റെ പേര് പരമേശ്വരൻ നമ്പീശൻ, വീട്ടു നമ്പർ പള്ളിപ്പറ്റ ഹൗസ്,
ഈ പള്ളിപ്പറ്റ ഹൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ വേറൊരു നേതാവിന്റെ വീടാണ്. അപ്പൊ അങ്ങനെ ഇപ്പോ ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ നിങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തകർ അവിടെ പോയിട്ട് അവിടുത്തെ പ്രവർത്തകരുടെ വിലാസത്തിൽ വോട്ട് ചേർത്ത് വോട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഒരു ലോജിക്ക് നിങ്ങൾ പറയും, ഒരു ലോജിക്ക് നിങ്ങൾ പറയും. ഒരു വീട്ടിൽ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് മറ്റൊരാൾക്ക് വാടകയ്ക്ക് വന്ന് താമസിച്ചുകൂടെ? അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇനി 3 വർഷവും സൗജന്യമായിട്ട് താമസിക്കും എന്നൊക്കെ അങ്ങോട്ട് കരുതണോ? അല്ല, ഞാൻ ചോദിക്കാം, അല്ലല്ലോ. ഇപ്പൊ ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കുന്നു, ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പ്രവർത്തകരൊക്കെ അവിടുത്തെ മറ്റ് പ്രവർത്തകരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് അവിടുത്തെ വോട്ടർ പട്ടികയിലെ പേര് നേടിയിട്ട് അവിടെ വോട്ട് ചെയ്ത് സ്ഥാനാർത്ഥിയെ ഇലക്ഷൻ നടക്കുന്നത് കാരണം തൃശൂർ ലോക്സഭ അല്ലല്ല ഇലക്ഷൻ നടക്കുന്നത് കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഞങ്ങളുടെ ഇൻചാർജ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹം തൃശൂർ താമസിക്കാനേ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം തൊട്ടടുത്തുള്ള അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ എന്താണ് തെറ്റെന്നാണ് എന്റെ ചോദ്യം. ശരി, ഓക്കെ. ശ്രീ അബിൻ വർക്കി, അദ്ദേഹം ഇങ്ങനെ ചെയ്തതിൽ തെറ്റെന്നാണെന്ന് നിങ്ങൾ പറയൂ. ശരി, ശ്രീ അബിൻ വർക്കി, രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഭൂതം ഇപ്പോ പല മണ്ഡലങ്ങളിലെയും സത്യം വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സ്വാഭാവികമല്ലേ? ഇതിനെന്താണ് കുഴപ്പമെന്നാണ് BJP ചോദിക്കുന്നത്. അല്ല, അതായത് അഭിലാഷ, ഇത് കേവലം സുരേഷ് ഗോപിയുടെ കുടുംബത്തെ മാത്രം പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല, അതും ചർച്ച ചെയ്യണം. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്യാംരാജ് പറഞ്ഞതുപോലെയല്ല, വയനാടിനെ അദ്ദേഹം ഉദാഹരിച്ചത് അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മണ്ഡലമായതുകൊണ്ടാണ്. ശ്രീ ശ്യാംരാജ്, ഈ വയനാടിനെ ഉദാഹരിക്കുമ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കൊല്ലം 2024 തെരഞ്ഞെടുപ്പിൽ വയനാടിൽ പുതിയതായി വന്ന വോട്ടർമാരുടെ എണ്ണം 1,02,000 പക്ഷേ 2019 വയനാട്ടിൽ പുതിയതായി വന്ന വോട്ടർമാരുടെ എണ്ണം 1,10,000 അപ്പോൾ അങ്ങനെ നമുക്ക് തൃശ്ശൂരിൻ്റെ ഒരു കണക്കെടുക്കാം. തൃശ്ശൂരിൽ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ വരുന്നത് 2024 അതായത് മറ്റൊരു കാലഘട്ടത്തിലും മറ്റൊരു നിയോജക മണ്ഡലത്തിലും ഇത്രയധികം വോട്ടർമാരെ ആഡ് ചെയ്തിട്ടില്ല. തൃശ്ശൂരിൽ 2024 അത് സംഭവിച്ചു. 1,46,000 പുതിയ വോട്ടുകളാണ് അവിടെ വന്നത്. പക്ഷെ 2019 എത്രയായിരുന്നു അവിടെ പുതിയ വോട്ടർമാരുടെ എണ്ണം എന്നറിയോ? 61,000 എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ വണ്ടിയും പിടിച്ച് 6 മാസം മുമ്പേ കിട്ടാവുന്ന ഫ്ലാറ്റുകളൊക്കെ അവിടെ എടുത്ത് വാടകയ്ക്ക് എടുത്ത് അവിടെ വന്ന് താമസിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് പിന്നീട് അവർ സ്വന്തം വീട്ടിൽ പോയി താമസിച്ചു എന്നുള്ളതാണ് BJPയുടെ ഇപ്പോഴത്തെ വാദഗതി. ആ വാദഗതി തന്നെ നിരർത്ഥകമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അപ്പോൾ അന്ന് തന്നെ നമ്മൾ പരാതി കൊടുക്കാവുന്നിടത്ത് മുഴുവൻ പരാതി കൊടുത്തു. ഇപ്പോൾ ഈ 11 വോട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതെങ്ങനെ എപ്പോഴാണ് ഈ 11 വോട്ടുകൾ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കരട് വോട്ടർ പട്ടികയിൽ ആ 11 പേരുകൾ ഇല്ലായിരുന്നു. പക്ഷേ അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോഴാണ് ഈ 11 പേരുകൾ വന്നത്. അപ്പോൾ അന്തിമ വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇത് വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. ഇപ്പോൾ നമുക്കറിയാം, ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ഇത് വെരിഫൈ ചെയ്യാനെടുത്ത സമയത്തിൻ്റെ വലിയ ഒരു വ്യാപ്തി എത്രയാണെന്നുള്ളത് അറിയാം. ഇത് വെരിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ 45 ദിവസം കൊണ്ടോ നമുക്ക് കേവല ദിവസങ്ങൾ കൊണ്ട് വെരിഫൈ ചെയ്യാം. എങ്ങനെ വെരിഫൈ ചെയ്യാം? രാഹുൽ ഗാന്ധി അതിനാണ് ആവശ്യപ്പെട്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ആ ഡിജിറ്റൽ വോട്ടർ പട്ടിക ഒന്ന് കൈമാറിയാൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഇത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ഈ ഇന്ത്യ രാജ്യത്ത് എത്ര ഡബിൾ വോട്ടിംഗ് ഉണ്ടെന്നും എത്ര അച്ഛൻ്റെ പേരിൽ ABCDEFG ഉണ്ട് എന്നുള്ളതും എത്ര വീട്ടുപേര് പൂജ്യമാക്കി കിടക്കുന്നുണ്ടെന്നുള്ളതും എത്ര ഒറ്റമുറി വീട്ടിൽ 100-120 പേര് താമസിക്കുന്നുണ്ട് എന്നുള്ളതുമൊക്കെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിസ്സാരമായി കണ്ടെത്താം എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നാൽ എനിക്ക് ഡിജിറ്റൽ വോട്ടർ പട്ടിക തരണ്ട, മറിച്ച് എനിക്കൊരു മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള വോട്ടർ പട്ടികയുടെ പ്രിന്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും സ്കാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തെളിമയും ഇല്ലാത്ത ഒരു വോട്ടർ പട്ടികയുടെ കോപ്പി കൊടുത്തു. ആ വോട്ടർ പട്ടികയുടെ കോപ്പി 6 മാസം 40 പേരിരുന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് മഹാദേവപുര എന്ന ഒറ്റ പാർലമെന്റ് മണ്ഡലത്തിലെ അസംബ്ലിയിലെ 1,00,000 വ്യാജ വോട്ടർമാരെ അദ്ദേഹം കണ്ടെത്തുന്നത്. ഇനി എങ്ങനെയാണ് ഡബിൾ വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? അത് തെളിയിക്കേണ്ടത് അന്നേ ദിവസം പോളിംഗ് സ്റ്റേഷനിലെ CCTV ഫുട്ടേജുകൾ പരിശോധിച്ചുകൊണ്ടാണ്. CCTV ഫുട്ടേജുകൾ ഇല്ല അഭിലാഷ്, എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ദുരൂഹത. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ, 2024 ഒക്ടോബർ മാസത്തിൽ ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതികളുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ആ വിധിയിൽ പറഞ്ഞിരുന്നത്
അവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ CCTV ഫൂട്ടേജുകളും നിങ്ങൾ സ്റ്റോർ ചെയ്ത് 3 വർഷം സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളതായിരുന്നു. 3 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് കേസ് വന്നാൽ ഈ CCTV ഫൂട്ടേജുകൾ പ്രസന്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ 2024 ഡിസംബർ മാസത്തിൽ ഈ വിധി വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ നിയമം തന്നെ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 961 എന്ന നിയമം തന്നെ അമെൻഡ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും CCTV ഫൂട്ടേജുകൾ ഇത്ര കാലം സ്റ്റോർ ചെയ്ത് വെക്കണ്ട എന്നും 45 ദിവസം കഴിയുമ്പോൾ നശിപ്പിച്ചു കളയാനും തീരുമാനമെടുത്തു. അപ്പൊ എങ്ങനെയാണ് പിന്നെ നമ്മൾ ശകുൻ റാണി ആയിക്കൊള്ളട്ടെ മറ്റാരായിക്കൊള്ളട്ടെ, സുഭാഷ് ഗോപി ആയിക്കൊള്ളട്ടെ മറ്റാരായിക്കൊള്ളട്ടെ, ഡബിൾ വോട്ട് ഒരു സ്ഥലത്ത് ചെയ്തോ ഇല്ലയോ എന്ന് ആധികാരികമായി തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആ CCTV ഫൂട്ടേജുകളും ഇല്ലല്ലോ. അപ്പൊ അവിടെയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന് നമ്മൾ സംശയിക്കുന്നതിന്റെ കാരണം. ഇനി അത് മാത്രമല്ല, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ടാർഗറ്റഡ് A, B മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ടാർഗറ്റ് ചെയ്ത ഒരു മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ തന്നെ എറണാകുളം ജില്ലയിൽ നിന്ന്, ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വ്യാപകമായി RSS കേഡർമാരെ അവിടെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ചേർത്തി. ഒറ്റക്കാരോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്? ഇപ്പോ അഭിലാഷിന്റെ പേരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. അഭിലാഷ് ശോഭ പ്ലാസ അല്ലെങ്കിൽ ശോഭ സിറ്റി തൃശ്ശൂർ എന്ന അഡ്രസ്സിൽ ഒരു പോസ്റ്റ് കാർഡ് അയച്ചാൽ മതി. ആ പോസ്റ്റ് കാർഡാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആയി ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ആ സമയത്ത് കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നോ എന്ന് BJPക്കാരൻ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അഭിലാഷ്, ഇപ്പോൾ താങ്കൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തി ആയിരിക്കാം. ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്ന് താങ്കൾക്ക് പോലും അറിയില്ലാത്ത ഒരു കാലാവസ്ഥയിലാണ് അർബൻ മണ്ഡലങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, ഇനി താങ്കൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വന്ന് എനിക്കിതൊന്ന് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ അസോസിയേഷനോ സെക്യൂരിറ്റി ആ കോൺഗ്രസ് പ്രവർത്തകനെ അകത്തേട്ട് പോലും കയറ്റിവിടില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഡിജിറ്റൽ വോട്ടർ പട്ടിക ആവശ്യപ്പെട്ടതും ഇതുപോലുള്ള രേഖകൾ ആവശ്യപ്പെട്ടതും. അതൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ, ഇതൊന്നും കൊടുക്കാതെ തന്നെ ഉത്തരം പറയാതെ നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാണ് ഇത് BJPയും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് ഈ രാജ്യത്തെ വോട്ടിങ്ങും തിരഞ്ഞെടുപ്പും അട്ടിമറിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശരി, ശ്രീ SK സജീഷ്, ഇവിടെ ഇപ്പോ വോട്ട് ചേർത്തു, മറ്റു മണ്ഡലങ്ങളിലുള്ള ആളുകളുടെ വോട്ട് ചേർത്തു എന്ന് മാത്രമല്ല വ്യാജ മേൽവിലാസത്തിലാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയകുമാർ ശാസ്തമംഗലം കാരനാണ്. അദ്ദേഹത്തിന് ശാസ്തമംഗലത്താണ് യഥാർത്ഥത്തിലുള്ള വോട്ട്. അദ്ദേഹം ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തത് പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് 4C ഈ ഫ്ലാറ്റിന്റെ അഡ്രസ്സിലാണ്. ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആർക്കും ഇങ്ങനെ ഒരാളെ അറിയില്ല, കാരണം അങ്ങനെ അവിടെ താമസിച്ചിട്ടില്ല. ആ ഫ്ലാറ്റിന്റെ അടുത്തൂടെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഈ അഡ്രസ്സിലാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തന്നെ വോട്ട് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ അടഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഉടമകൾ അറിയാതെ ആ ഫ്ലാറ്റിന്റെ പേരിൽ ഒക്കെ നിരവധി വോട്ടുകൾ ചേർത്തിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ കേരളത്തിലും ഇങ്ങനെയൊക്കെ നടക്കും എന്ന് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. അഭിലാഷ്, ഇത് അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണമായും അട്ടിമറിക്കാനാണ് BJPയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനെ മറികടക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തി അമിത്ഷയും മോഡിയും കൂടി തീരുമാനിക്കുന്നയാളായിരിക്കണം ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള നിലയിലേക്ക് വന്നു. ഇലക്ഷൻ കമ്മീഷൻ പോലും ഇവരുടെ തെറ്റായ വർഗീയ പ്രചരണത്തിനും ഇത്തരം പ്രവർത്തനങ്ങൾക്കുമെല്ലാം എതിരായ നിലപാട് നേരത്തെ സ്വീകരിച്ചപ്പോൾ അവരെയൊക്കെ യഥാർത്ഥത്തിൽ നാട് കടത്തപ്പെടുകയായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്. ഇന്ത്യയിൽ പോലും നിൽക്കാൻ കഴിയാതെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് നാട് കടത്തപ്പെട്ട അനുഭവം പോലും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നാം കാണേണ്ടത്, ഇവിടെ നമുക്ക് പേര് പരാമർശിക്കാൻ വേണ്ടി കഴിയുന്നത് ഇവർ പ്രമുഖരായതുകൊണ്ടാണ്. അല്ലാത്ത ഒരുപാട് പേരുണ്ടാകും. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 1300ഓളം ബൂത്തുകളുണ്ടാകും. ഒരു ബൂത്തിൽ 10ഓ 50ഓ വോട്ടുകൾ ഇങ്ങനെ ചേർത്താൽ ഈ പറഞ്ഞ വിജയമെല്ലാം നിസ്സാരമായ ഒരു കാര്യമാണ്. നേരത്തെ BJPയുടെ നേതാക്കന്മാരൊക്കെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ 10 വോട്ട് എന്നുള്ളതല്ല പ്രശ്നം. ഒരു ഫ്ലാറ്റിൽ 10 വോട്ടായിരിക്കും. അതുപോലെയുള്ള നിരവധിയായ ഫ്ലാറ്റുകൾ, ആ ഫ്ലാറ്റുകൾ നിലനിൽക്കുന്ന ബൂത്തുകൾ, ഇങ്ങനെയുള്ള ഏതാണ്ട് 1200 1300ഓളം വരുന്ന ബൂത്തുകൾ, ഇതിലെല്ലാം വരുന്ന വോട്ടുകൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ അത് ഭീകരമായ വോട്ടിലേക്ക് വരും. അതായത് ജയിക്കാനും പിടിച്ചെടുക്കാനും എല്ലാം കഴിയുന്ന രീതിയിലേക്ക് വരും. അതുകൊണ്ട് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ തെറ്റായ മേൽവിലാസത്തിൽ ആളുകളെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത്.
ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയ്കുമാർ വോട്ട് ചേർത്ത പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിലെ താമസക്കാരി പ്രസന്ന അശോകൻ, അവർ മാത്രമാണ് ആ വിലാസത്തിലുള്ളത്. ആ വിലാസത്തിൽ അവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഫ്ലാറ്റിൽ 10 വോട്ടർമാർ നിൽക്കുകയാണ്. ഈ 10 വോട്ടർമാരിൽ പുതുതായി ചേർക്കപ്പെടുന്നു ഒരു ഫ്ലാറ്റിനകത്ത്. ആ ഫ്ലാറ്റിൽ അവിടെ താമസിക്കുന്ന ആൾ പോലും അതറിയുന്നില്ല എന്നുള്ളതാണ്. ഇത് അങ്ങേയറ്റത്തെ ഗൗരവകരമായ വിഷയമാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി ശ്യാംരാജ് ഇവിടെ പറയുന്നത് ആളുകൾ ഇവിടെ 6 മാസത്തിലധികം വന്ന് താമസിച്ചു, അതുകൊണ്ട് അവർക്ക് വോട്ടുണ്ടായി എന്നാണ്. 6 മാസത്തിലധികം അവർ താമസിച്ചില്ല എന്ന് മാത്രമല്ല, ഇവിടെ പലർക്കും, നമുക്ക് പ്രമുഖരായി പോലും കണ്ടെത്താൻ കഴിയുന്ന ആളുകൾക്ക് പോലും വോട്ട് വ്യാജ വിലാസത്തിൽ പോലും ഉണ്ടായിരിക്കുന്നു എന്നത് അങ്ങേയറ്റം അപകടകരമാണ്. അങ്ങേയറ്റം നാം ഈ വിഷയത്തെ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇവിടെ സുരേഷ് ഗോപിക്ക് വോട്ട് ഇവിടെയുമുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരന് വോട്ടുണ്ട്, കുടുംബത്തിന് വോട്ടുണ്ട്, ഡ്രൈവർക്ക് വോട്ടുണ്ട്, അനുയായികൾക്ക് വോട്ടുണ്ട്. അങ്ങനെ പലർക്കുമായി നമുക്കറിയാവുന്ന പ്രമുഖർക്ക് വോട്ടുണ്ട്. ഇവരെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്തും കൊല്ലത്തും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ്. അവിടെ വോട്ടുണ്ട്. അപ്പോൾ ഇവരെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വളരെ സ്പഷ്ടമാണ്. ഇവിടെ അവർ കാറ്റഗറിയായി തിരിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ബൾക്കായി ഈ പറഞ്ഞ ഓരോ ബൂത്തിലും അവർക്ക് മെജോറിറ്റി കിട്ടാൻ കഴിയുന്ന രീതിയിൽ വോട്ടുകൾ കൂട്ടിച്ചേർത്തു എന്നതാണ് ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപകടമാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം അപകടത്തിലാണ്. കേരളം വലിയ മാതൃകയായി രാജ്യത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ കാര്യത്തിലായാലും മതനിരപേക്ഷതയുടെ കാര്യത്തിലായാലും എല്ലാം. ഇവിടെ ഈ അപകടം വരാതെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. ആസാമിലെ പോലെ ആദ്യം വീട് പൊളിച്ചു കളയുക, ആ വീട് പൊളിച്ചു കളഞ്ഞ് പിന്നെ അവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി കളയുക എന്ന രീതി രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെൻറ്റിനെ തന്നെ കുലുക്കി മറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ രാജ്യവ്യാപകമായി ഉണ്ടായി എന്ന് നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മലയാളികളും ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവൽ നിൽക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യം ഇല്ലാതാക്കാൻ, മതനിരപേക്ഷത ഇല്ലാതാക്കാൻ, ഇതിൻ്റെയെല്ലാം കാവലായി നിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ അസ്ഥിരമാക്കാനാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഗൗരവത്തോടു കൂടി കാണണം. നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അടുത്ത തലമുറയ്ക്ക് ഈ ജനാധിപത്യം നൽകുക എന്നത്. ഈ ഫാസിസ്റ്റ് അജണ്ടയുമായി പരീക്ഷണങ്ങളാണ് ഓരോന്നും. ഈ പരീക്ഷണം ഗുജറാത്തിലൊരു പരീക്ഷണമാണെങ്കിൽ ഈ പറഞ്ഞ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് മറ്റൊരു പരീക്ഷണമാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള, ഏകാധിപത്യത്തിലേക്ക്, ഫാസിസത്തിലേക്ക് പോകാനുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. അപ്പോൾ ഈ പരീക്ഷണത്തിന് നിന്നു കൊടുക്കാതെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കാവലായി ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആ ഉത്തരവാദിത്വം എല്ലാവരും നിർവഹിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. ശരി, ശ്രീ പി ശ്യാംരാജ്, മറ്റൊരു മണ്ഡലത്തിൽ കുറച്ചു കാലം ഉണ്ട് എങ്കിൽ ആ മണ്ഡലത്തിൽ വോട്ട് ചേർത്താൽ എന്താണ് കുഴപ്പമെന്ന് താങ്കൾ ചോദിച്ചല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയകുമാർ തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ വോട്ട്. അദ്ദേഹം തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ വോട്ട് ചേർത്തു. തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഏത് വിലാസത്തിലാണ് തൃശ്ശൂരിൽ വോട്ട് ചേർത്തതെന്ന് താങ്കൾക്കറിയാമോ? അഭിലാഷേ, ഇതിനകത്തൊരു ഇന്ന് നിങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്ത, നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. ഒരു വിലാസത്തിൽ ചേർത്തത് 83 അതിഥി തൊഴിലാളികളെ കൊച്ചിയിൽ. അതെന്തായാലും സുരേഷ് ഗോപി ചേർത്തല്ലോ. ഏകദേശം 420 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു വീട്ടിൽ 80 ഒരു കാരണവശാലും അവിടെ താമസിക്കാൻ വേണ്ടി പറ്റില്ല. എത്ര ആളുകൾ തിങ്ങി പാർത്താലും 10 പേര് കൂടുതൽ താമസിക്കാൻ പറ്റാത്തടത്ത് ചെയ്തതെന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണല്ലോ ചർച്ച, വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ചിട്ടാണല്ലോ ചർച്ച. മൊത്തം പറയണേ, ഇത് ഞങ്ങൾ മാത്രം എന്തോ ചെയ്തു, ഞങ്ങൾ മാത്രം വലിയ തെറ്റ് ചെയ്തു, തൃശ്ശൂരിൽ ഞങ്ങൾ അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഞാൻ മുഴുവൻ കാര്യങ്ങൾ പറയട്ടെ അഭിലാഷേ, ഞാൻ മുഴുവൻ കാര്യങ്ങൾ പറയട്ടെ. 2021 നമ്മുടെ പറയട്ടെ, ഞാൻ പറയട്ടെ അഭിലാഷേ, നിങ്ങൾ ഇടയ്ക്ക് കയറി പറയല്ലേ. ഞാൻ എന്താ എന്റെ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് സംസാരിക്കൂ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. പറയട്ടെ 2021 വന്നൊരു വാർത്തയുണ്ട്. പെരുമ്പാവൂരിലെ കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള ശ്രീ എൽദോസ് കുന്നപ്പള്ളി, അദ്ദേഹത്തിന് പെരുമ്പാവൂർ മണ്ഡലത്തിലും മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലും അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നു. ഇന്നും അതിന്റെ ലിങ്കുകൾ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ലിങ്ക് ഇന്നും ഈ നിമിഷം ഗൂഗിളിൽ കിടപ്പുണ്ട്. അതിലും വലിയ രസം എന്താ അറിയോ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 3 വോട്ടുണ്ടായിരുന്നു. 3
അപ്പോൾ അന്ന് നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നോ? നിങ്ങൾ എൽദോസ് കുന്നപ്പള്ളി ജയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടാണോ വോട്ട് ഇലക്ഷൻ ജയിച്ചത് നിങ്ങൾ ചോദിച്ചോ? രണ്ടിടത്ത് നിങ്ങൾക്ക് വോട്ട് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചതെന്ന് ചോദിച്ചോ? അല്ലെങ്കിൽ രണ്ടിടത്ത് എന്തുകൊണ്ടാണ് വോട്ട് വന്നതെന്ന് നിങ്ങൾ ചോദിച്ചോ? അവിടെ ഇവിടെ മാറി മാറി ചെയ്യാനായിരുന്നോ എന്ന് നിങ്ങൾ ചോദിച്ചോ? അന്ന് കോൺഗ്രസിന്റെ ന്യായീകരണം എന്തായിരുന്നു? കോൺഗ്രസ് പറഞ്ഞത് എങ്ങനെയോ പറ്റിപ്പോയെന്നാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിലും ഗൂഗിളിലും ലഭ്യമാണെന്നേ. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇതിപ്പോ എങ്ങനെയോ പറ്റിപ്പോയതല്ലോ. എന്റെ ഒറ്റ ചോദ്യം, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതിൽ നിന്ന് മാറി. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇന്ന് MT രമേശ് പറഞ്ഞു ഒരാള് പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഡ്രൈവർ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രകടനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവർ അദ്ദേഹത്തിന് കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ അത് അംഗീകരിച്ചു. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ S അജയകുമാറിന്റെ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിലെ അദ്ദേഹത്തിന്റെ എൻട്രി ഏത് അഡ്രസ്സിൽ നിന്നാണ്? സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ മേൽവിലാസം എന്താണ്? എന്റെ അഭിലാഷ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം 14 ലക്ഷത്തോളം വോട്ടേഴ്സ് ഉണ്ട്. ഇവരുടെ മൊത്തം അഡ്രസ് തപ്പിയെടുക്കാണ്. എനിക്കറിയില്ല അതിനകത്ത് സമയത്ത് എന്തുകൊണ്ടാണ് ഒബ്ജക്ഷൻ ഒന്നും ഉണ്ടാവാത്തത്. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വോട്ട് ചേർത്തിരിക്കുന്ന അഡ്രസ് ആ ഡ്രൈവർ ഒരു കാലത്തും താമസിക്കാത്ത ഒരു ഫ്ളാറ്റിൻ്റെതാണ്. ഒരു സ്ത്രീ താമസിക്കുന്ന അവരുടെ ഫ്ളാറ്റിന്റെ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് നമ്പർ 4C എന്ന ഫ്ളാറ്റിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അവിടേക്ക് പോയിട്ട് പോലുമില്ല. എന്തുകൊണ്ടാണ്? സ്വന്തമായിട്ടൊരു അഡ്രസ് എങ്കിലും കൊടുക്കണ്ടേ? ഇല്ലാത്ത അഡ്രസ്സിൽ എങ്ങനെ എത്ര പേരെ ചേർത്തിട്ടുണ്ട്? വ്യാജമായ അഡ്രസ് കൊടുത്തിട്ട് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വരെ അവിടെ വോട്ടർ പട്ടികയിൽ കയറി പറ്റിയെങ്കിൽ എന്റെ ശ്യാംരാജെ ഏതൊക്കെ അഡ്രസ്സിൽ ആരൊക്കെ കയറി പറ്റിയിട്ടുണ്ടാവും? ആവശ്യമില്ല അഭിലാഷ്. ഇനി ഇടപെടരുത്. ഇനി ഉത്തരം ഞാൻ പറയട്ടെ. ഇനി ഉത്തരം ഞാൻ പറയട്ടെ. നോക്കൂ, ഇവിടെ പറയട്ടെ, ഉത്തരത്തിലോട്ടാണ് ഞാൻ വരുന്നത്. ശ്രീ സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആ കൂടെ തന്നെ ഉണ്ടാവുമെന്നേ. ആ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വോട്ട് അവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നേ. ഇനി അന്നേരം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന സമയത്ത് ഇതെല്ലാം അവിടെ പരസ്യമായിട്ട് പരസ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയല്ലേ ഈ കോൺഗ്രസിന്റെയും ഈ CPI ഒക്കെ അവിടെ നിന്ന് BLA മാർക്കും ഇവരുടെ മുഴുവൻ ആളുകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി ഇദ്ദേഹം ഈ പറയുന്ന അകത്തുണ്ടാവില്ലേ? അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരുടെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ. മനസ്സിലാക്കിയെടുത്തോളം ഇല്ലില്ല, ഞാൻ റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടാതെ അവിടെ തുടർന്നത് എന്നതാണ് ചോദ്യം. BLO ഇവിടെ പരാതി ഉണ്ടായിരുന്നു. ഈ സ്പെസിഫിക്കായി ഞാൻ പറയുന്ന വിഷയത്തിൽ പരാതി ഉണ്ടായിരുന്നു. ആ ഫ്ളാറ്റിലെ താമസക്കാരല്ല 9 വോട്ടർമാർ എന്നുള്ള കാര്യം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, നേതാക്കൾ. അതിന് അടിസ്ഥാനത്തിൽ BLO പരിശോധന നടത്തിയിരുന്നു. BLOയ്ക്ക് അവിടുത്തെ താമസക്കാരെ ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് BLO മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ടും ഇവരെങ്ങനെ ആ വോട്ടർ പട്ടികയിൽ തുടർന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഈ രാജ്യത്തെ തന്നെ ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന തന്നെ വലിയ ചില സംശയങ്ങൾക്ക് ഇത് മുകളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ താലത്തിലെടുത്ത് കൊണ്ടുപോയി നടത്തുന്ന അട്ടിമറിയാണോ എന്ന സംശയം വരുന്നത് അവിടെയാണ്. BLOയുടെ റിപ്പോർട്ട് അവഗണിച്ച് എങ്ങനെയാണ് ഇവർക്ക് ഈ പട്ടികയിൽ തുടരാൻ കഴിയുക? ഇതിനകത്ത് ഇതെന്താണ് BLO ആരാണ്? ജീവനക്കാരാണല്ലോ, സ്വാഭാവികമായി ആളുകളാണോ? അതാണ് ഞാൻ ചോദിച്ചത്. ഇതിനകത്ത് നിങ്ങൾ പറയുന്നതിനൊരു യുക്തി വേണ്ടേ? യുക്തി ഇത്രേ ഉള്ളൂ. പരാതി ഉണ്ടായി, BLO പരിശോധന നടത്തി, BLO ഈ വോട്ടർമാരെ എനിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ട് മുകളിലേക്ക് കൊടുത്തിട്ടും ഇവർ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടില്ല. പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ ചെല്ലുമല്ലോ. പോട്ടെ, ആയിക്കോട്ടെ, പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ ചെല്ലുമല്ലോ. ആ സമയത്ത് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നോ? ഈ കോൺഗ്രസിന്റെ CPI ഇടതുപക്ഷത്തിന്റെയും ഒക്കെ ഏജന്റുമാർ ബൂത്തിനകത്തുണ്ടായിരുന്നില്ലേ? സമയത്ത് ഇങ്ങനെ കുക്കപ്പ് ചെയ്തു വരുന്ന വെറുതെ നിങ്ങള് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ എടുത്തിട്ട് വന്നിട്ടൊന്നും വെറുതെ ഇങ്ങനെ പറഞ്ഞു നോർത്തിട്ടൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഒരു യുക്തി വേണം നിങ്ങൾ പറയുന്നതിന്. അതാണ് ഞാൻ സുരേഷ് ഗോപിയുടെ പ്രമുഖരായ നേതാക്കളുടെ വോട്ട്, സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട്, സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ട്, ഇവിടെ സജീഷ് പറഞ്ഞതുപോലെ പ്രമുഖരായ ആളുകളുടെ കാര്യമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. പ്രമുഖരല്ലാത്ത എത്രയോ വോട്ടുകൾ ഇതുപോലെ. നിങ്ങൾ ഇല്ല, ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞെന്താ? ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വരും. ആലത്തൂർ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് 1,14,000 വോട്ടുകൾ കൂടിയ മണ്ഡലമാണെന്ന്. അവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആളെ ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് വോട്ട് വാങ്ങാൻ.
ഇനി RSSന്റെ ആളുകളെല്ലാം കൂടെ അവിടെ പോയി മറ്റേ അഡ്രസ് എടുത്തിട്ട് വോട്ടർ ലിസ്റ്റ് പേര് ചേർത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യം വലുതാണോ? ഞാൻ ആലത്തൂരിന്റെ കാര്യം പറയാം. എനിക്കിപ്പോൾ ഇടവേള എടുക്കാനുള്ള സമയം അതിക്രമിച്ചതുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷം വരാം. ചർച്ചയിലേക്കുണ്ട്. ഇവിടെ ശ്രീ അബിൻ വർക്കി ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാ ബൂത്തിലും ഉണ്ട്, എല്ലാ പാർട്ടികൾക്കും ബൂത്ത് ഏജന്റുമാരുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. ബൂത്ത് ഏജന്റുമാർക്ക് ജനുവിനല്ലാത്ത വോട്ടുകൾ മനസ്സിലാക്കി ചലഞ്ച് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ എങ്ങനെ അവർ വ്യാജമായി ഇനി പട്ടികയിൽ പേരുണ്ടെങ്കിലും വോട്ട് ചെയ്യും എന്നാണ് BJP പ്രതിനിധി ചോദിച്ചത്. അഭിലാഷ്, അതാണ് ഞാൻ ആദ്യം ഇതിനകത്ത് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്തൊക്കെ ഒരു ഡബിൾ വോട്ട് വന്നാലോ ഒരു കള്ള വോട്ട് വന്നാലോ അതൊക്കെ പിടികൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ആ ഗ്രാമപ്രദേശത്തെ ആളുകളെ മുഴുവൻ, വീട്ടുകാരെ മുഴുവൻ, വീട്ടുപേര് മുഴുവൻ നമുക്കൊക്കെ വ്യക്തമായിട്ട് വ്യക്തിപരമായി അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ ബൂത്തിലിരിക്കുന്ന ആളുകൾക്ക് അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ പ്രസന്ന എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ അവരറിയാതെ 9 വോട്ടുകൾ ചേർത്തു. ആ 9 വോട്ടുകൾ സംബന്ധിച്ച് ഞങ്ങൾ പരാതി കൊടുത്തു. കാരണം ഞങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ 9 വോട്ടുകൾ പരാതി കൊടുത്തു. അവർ വോട്ട് ചെയ്യാൻ വന്നില്ല. പക്ഷേ തൃശ്ശൂർ നഗരത്തിലെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ എല്ലായിടത്തും അത് നടന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഇമ്പോസിബിളാണ്, നമുക്കത് സാധിക്കുകയുമില്ല. നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ പരാതികൾ കൊടുത്തു. ഇനി പരാതി കൊടുത്തപ്പോഴുണ്ടായ അന്നത്തെ ജില്ലാ കളക്ടറുടെ സമീപനം എന്തായിരുന്നു? ഈ പരാതി മുഴുവൻ കൊടുത്തപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത് അവസാനവട്ട വോട്ടർ ലിസ്റ്റിലാണ്, ഫൈനൽ വോട്ടർ ലിസ്റ്റിലാണ് അവർ വന്നത്, അതുകൊണ്ട് അവർ വോട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു ജില്ലാ കളക്ടറുടെ നിലപാട്. ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ രേഖാമൂലം തന്നെ, ശ്രീ TN പ്രതാപനും ശ്രീ A മുരളീധരനും അടക്കമുള്ളവർ രേഖാമൂലം തന്നെ പരാതി കൊടുത്തു. ഞങ്ങൾ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് 119 പരാതി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ജില്ലാ കളക്ടർ എടുത്ത നിലപാട് അവസാനവട്ട വോട്ടർ ലിസ്റ്റിൽ വന്നു, ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ അവസാനവട്ട വോട്ടർ ലിസ്റ്റിലാണ് ആദ്യമായി വോട്ടർ പട്ടികയിൽ വന്നത് എന്നുള്ളതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച വിഷയം. അപ്പോൾ അത് പറയുമ്പോൾ ഇവിടെ BJP-കാരൻ പറയുന്നത് ഞങ്ങൾ മറ്റു മണ്ഡലത്തിൽ നിന്ന് എന്താണ് കൊണ്ടുവന്ന്, ഇപ്പോൾ ആലത്തൂരിൽ നിന്ന് ഇവരുടെ ഒരു പ്രവർത്തകനെ, RSSകാരനെ ഷാജി, അദ്ദേഹം വന്നു പോയ വിവരമൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. പിന്നെ ഇത് ഏതെങ്കിലും 1-2 വ്യക്തികളെ സംബന്ധിച്ചല്ല തൃശ്ശൂരിലെ പ്രശ്നം. നമുക്കറിയാം മധ്യ കേരളത്തിലെ കനത്ത മൈഗ്രേഷൻ, ആ മൈഗ്രേഷൻ ഇടയിലാണ് 2019 61,000 പുതിയ വോട്ടുകൾ മാത്രമാണ് 2019 തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ആഡ് ചെയ്തത്. പക്ഷെ പൊടുന്നനെ ഇത്ര വലിയ മൈഗ്രേഷൻ ഉണ്ടാകുന്ന മധ്യ കേരളത്തിൽ തൃശ്ശൂരിൽ മാത്രം 1,46,000 പുതിയ വോട്ടുകൾ 2024 വന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ ദുരൂഹമാണ്. ആ ദുരൂഹതയുടെ പിന്നാമ്പറം അന്വേഷിക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിക്കുന്ന ആരോപണവും ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ട് അഡീഷനും തമ്മിൽ മാച്ചാവുന്നു. പിന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പറ്റി പറഞ്ഞു. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ ഏത് ആരോപണമാണ് തെറ്റാണ് എന്ന് വസ്തുതാപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്? ഒരു ഒറ്റമുറി വീട്ടിൽ 80 പേർ താമസിച്ചത് തെറ്റാണെന്ന് ഇതേവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ഏതാണ്ട് 4000-ഓളം വോട്ടുകളിൽ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ABCDEFG ആയിരുന്നു എന്നുള്ളതിൽ തെറ്റാണ് എന്ന് ഇതേവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ഹൗസ് നമ്പർ 0 ആയിട്ടുള്ള അനേകായിരം വോട്ടുകൾ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. പല മണ്ഡലത്തിലും, അതായത് 3 സംസ്ഥാനത്ത് വോട്ടുണ്ടായിരുന്ന വ്യക്തി കർണാടകയിൽ മഹാദേവപുരയിൽ വോട്ട് ചെയ്തു എന്നുള്ള ആരോപണത്തിൽ വ്യക്തമായ മറുപടി ഇതേവരെ പറയാൻ സാധിച്ചിട്ടില്ല. എപ്പോൾ അവർ പറയുകയാണ് അപ്പോഴെന്താണ് രാഹുൽ ഗാന്ധി പരാതി കൊടുക്കാത്തതെന്ന്? രാഹുൽ ഗാന്ധി പരാതി കൊടുക്കാതെ തന്നെ അവർ 2 കാര്യത്തിൽ മറുപടി പറഞ്ഞു. ഒന്ന്, UP ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞു. 2, കർണാടക ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞു. എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണവും നടത്തുന്നില്ല. ഇത് വളരെ കൃത്യമാണ്. ഇത് കോൺഗ്രസിന്റെ മാത്രം പോരാട്ടമല്ല അഭിലാഷേ. ഇത് ഞാനും അഭിലാഷും ഈ നാട്ടിൽ രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും രാവിലെ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ഒരു വോട്ടിംഗ് റൈറ്റ് നിർവഹിക്കുമ്പോൾ ആ അവകാശം, അവന്റെ റൈറ്റ് സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതിനകത്ത് BJPയും മറ്റ് പാർട്ടികളും ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ? ഈ ഭരണഘടനാ സ്ഥാപനം തന്നെ ഇവിടെ ഒളിച്ചുകളി നടത്തുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് തൃശ്ശൂർ ഈ ഫോക്കസ് പോയിന്റിലേക്ക് വരുന്നത്? ഇവർ പറഞ്ഞ A ക്ലാസ് മണ്ഡലം, ഇവർ പറഞ്ഞ അനധികൃതമായി ദുരൂഹമായ വോട്ട് ചേർക്കൽ നടന്ന മണ്ഡലം, അന്നേ ആരോപണമുള്ള മണ്ഡലം, നമുക്കൊരു കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ തന്നെ ഇത്രയധികം വോട്ടുകൾ ഒരു കാരണവശാലും ചേരാൻ ഇടയില്ലാത്ത മണ്ഡലം. പിന്നെ
നമുക്കറിയാലോ അഭിലാഷ്, ഇവർ എത്ര പ്രവർത്തിക്കാൻ പോയി എന്ന് പറഞ്ഞാലും എറണാകുളം ജില്ലയിലെ RSSന്റെ പ്രവർത്തകരെയൊക്കെ കുറെ അധികം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. അവർ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വോട്ട് ചെയ്യാതെ എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ വോട്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് കാര്യം അറിയാം. ആലത്തൂരിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇതൊക്കെ പ്രാദേശികമായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് ഇത്രമേൽ ബൾക്കായി വന്നത് ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് ഈ കേരളത്തിലടക്കം ഈ രാജ്യത്ത് തന്നെ ചർച്ചയായത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അദ്ദേഹം മറ്റാളുകൾ ഇപ്പോ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിയും ഭാര്യയ്ക്കും 10 കിലോമീറ്റർ ചുറ്റളവിൽ 2 വീടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് സ്വന്തം വീടും ഒന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വീടും. എൽദോസ് കുന്നപ്പള്ളി 2016 തൊട്ട് അവിടുത്തെ MLA ആണ്. അദ്ദേഹം അവിടെ പുതിയ വീട് വെച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇവിടെ പുതിയ വീട്ടിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. ആ പേര് ചേർത്തപ്പോൾ മറ്റേ വോട്ടർ പട്ടികയിലുള്ള പേര് ഡിലീഷനുള്ള അപേക്ഷയും കൊടുത്തു. ഈ അപേക്ഷ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന് കണ്ടിട്ടാണ് പിന്നെ BJP പോലും പരാതിക്ക് പോകാതിരുന്നത്. പിന്നെ അതുമാത്രമല്ല, അത് അന്ന് വന്നത് എങ്ങനെയാണ്? ശ്രീ രമേശ് ചെന്നിത്തല അന്ന് ഡ്യുവൽ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഡബിൾ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരാതികളും ഹൈക്കോടതിയിൽ തന്നെ കേസുമായി മുന്നോട്ട് പോയി. അങ്ങനെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2021 തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഡബിൾ വോട്ടിംഗ് കുറെ അധികം ഡിലീഷൻ സംഭവിച്ചത്. അപ്പോൾ ഏതെങ്കിലും 1-2 ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, മറിച്ച് തൃശ്ശൂരിൽ നടന്നതും ഇന്ത്യയിൽ പല മണ്ഡലങ്ങളിൽ നടന്നതും അത് സംഘടിതമായ വോട്ട് ഡബിളിങ്ങും വോട്ട് അട്ടിമറിയും ജനാധിപത്യ അട്ടിമറിയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ശരി, ഇവിടെ SK സജീഷ്, ചുറ്റുപാടുമുള്ള മണ്ഡലങ്ങളിൽ നിന്നൊക്കെ BJP RSS പ്രവർത്തകർ തൃശ്ശൂരിൽ പോയി വോട്ട് ചെയ്ത് പിന്നീട് ഇപ്പോൾ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരികെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഇതിപ്പോൾ ഒരു മോഡലായി പലയിടത്തും വരാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് ജയസാധ്യതയുള്ള നേമത്തേക്ക്, കോവളത്തെയും പാറശാലയിലേക്ക് കുറച്ച് ഉറപ്പുള്ള BJP വോട്ടുകൾ ചേർക്കപ്പെടാം. ഏതെങ്കിലും വാടക വീടിന്റെയോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്ളാറ്റുകൾ ഉണ്ടെങ്കിൽ ഫ്ളാറ്റുകളുടെ ഒക്കെ അഡ്രസ്സിൽ ചേർത്താൽ മതി. അവരുടെ ജീവിതം അതിനുശേഷം തുടർന്ന് എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അവിടെ തന്നെ പിന്നീട് തുടരാനും കഴിയും. ഇപ്പൊ തൃശ്ശൂർ മോഡൽ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ അത് ഒരു അർത്ഥത്തിൽ ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെ ആവുകയും ചെയ്യും. ഞാൻ തടയാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊരു ചോദ്യമാണ്. തീർച്ചയായും തടയൽ എന്നത് ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതെല്ലാ മനുഷ്യരും ചിന്തിക്കുകയും അവരുടേതായ രീതിയിൽ അവർ അതിന് നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി നിൽക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടി വന്നവർ കുറേ നാളായി പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് അവർ അവിടെ വോട്ട് ചെയ്തു, അവർ വോട്ട് ചേർത്തു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. ഒരു കാര്യം ശ്രീ അഭിലാഷിനറിയാം, നമ്മളിപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായാലും ശരി, പല നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം പല മണ്ഡലത്തിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാറുണ്ട്. ഈ പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിവസം ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടാകും. അതായത് പുറത്തുനിന്ന് വന്ന ആളുകളെല്ലാം തിരിച്ചു പോകണമെന്ന്. അങ്ങനെ തിരിച്ചു പോരുന്ന അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. പല മണ്ഡലത്തിലും പ്രവർത്തിക്കാൻ വേണ്ടി പോയി അവസാനം പരസ്യപ്രചരണം കഴിഞ്ഞാൽ ഉടനെ ഒരു നിശ്ചിത സമയം അനുവദിക്കും. അതിനു മുമ്പേ ആ മണ്ഡലത്തിന് പുറത്തു പോകണമെന്നാണ് പറയുക. അല്ലാതെ അവിടെ ഒരു വോട്ടും കൂടി ചെയ്ത് ഇങ്ങ് പോരാം എന്നുള്ള രീതിയിൽ ഇവിടെ ജനാധിപത്യത്തിലില്ലല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെയാണ് ഇവർ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയും ഈ സംവിധാനവും നിലനിൽക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും ഒരു വോട്ടാണ് എന്നതുകൊണ്ടാണ്. അവിടെ ഉച്ചനീചത്വങ്ങൾ ഏതുമില്ല, എല്ലാവർക്കും ഒരേ വോട്ടാണ്. ഇവിടെ അദാനിയും അംബാനിയും വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിൽ വന്നാലും ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു മനുഷ്യൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാലും അവർക്ക് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയും. അതാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഉറപ്പ്. അതിനെയാണ് ഇവർ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഓരോ വിഷയത്തിലും കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ VS സുനിൽകുമാറിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ചീഫ് ഏജൻ്റായിരുന്ന KP രാജേന്ദ്രൻ തന്നെ ഈ വിഷയത്തിനകത്ത് ഇവിടെ പരാമർശിച്ച വിഷയത്തിൽ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതി സ്വീകരിച്ചതിൻ്റെ രേഖ ഉൾപ്പെടെ, ഒപ്പിട്ട രേഖ ഉൾപ്പെടെ കയ്യിലുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സഞ്ചരിക്കേണ്ടത് സുരേഷ് ഗോപിയോടൊപ്പമാണ്, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ടിങ്ങനെ തെറിച്ച് പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജിലേക്ക് പോയി വീണതാണോ? ഏതോ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം വോട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അതായത് സുരേഷ് ഗോപിയുടെ ഔട്ട് ഹൗസിലോ അല്ലെങ്കിൽ സുരേഷ് ഗോപി വാങ്ങിയ ഫ്ലാറ്റിലോ ആണോ താമസിക്കുന്നത്? അവിടുന്ന് വോട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വോട്ട്. ആളില്ലാത്ത ഒരു വീട്ടിൽ ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന, പ്രസന്ന അശോകൻ താമസിക്കുന്ന സ്ഥലത്തുള്ള 10 കള്ള വോട്ടിൽ ഒന്നായി എങ്ങനെ വന്നു എന്നതിന് മറുപടി പറയണ്ടേ?
അപ്പോൾ സംഘടിതമായി ചെയ്തതാണ്. ഇത് ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുകയാണ്, ഇവിടെ BLA-മാരില്ലേ വോട്ട് ചെയ്യുമ്പോൾ കാണില്ലേ എന്നൊക്കെ പറയുകയാണ്. എതിർക്കാമല്ലോ. എങ്ങനെയാണ് ഇത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അവസാന ഘട്ടത്തിൽ നമ്മൾ വോട്ട് ചേർക്കൽ പ്രക്രിയയെല്ലാം അവസാനിക്കുമ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന ഒരു ഘട്ടത്തിൽ ഇതുപോലെ ബൾക്കായി ഇവർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വോട്ട് ചേർക്കുന്നു. ഫൈനൽ പട്ടികയിലേക്കാണ് ഈ വോട്ട് വരുന്നത്. പിന്നെ ഉടനെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അത് പരിശോധിക്കാൻ വേണ്ടി പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. പരാതി കൊടുത്താലും ഇത് ഫൈനൽ പട്ടികയായി, അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ നിർത്തിക്കൊണ്ട് പിന്നെ ഫ്ലാറ്റിലും മറ്റും ആകുമ്പോൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടാവില്ല എന്ന അതീവ കുബുദ്ധി കൂടി ഇതിനകത്ത് നിൽക്കുകയാണ്. ഇവിടെ ഒരു 10ഓ 15ഓ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടേതോ സുരേഷ് ഗോപിയുടെ സഹോദരൻ്റെതോ ഭാര്യയുടേതോ മക്കളുടേതോ ഡ്രൈവറുടേതോ സന്തത സഹചാരികളുടെയോ പ്രശ്നമല്ല. അവരെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ നമ്മൾ കാണേണ്ടത് ഏതാണ്ട് 1300ഓളം വരുന്ന ബൂത്തുകളിൽ ഇവരൊരു 100 വോട്ട് വെച്ച് ഇങ്ങനെ ഓരോ ഫ്ലാറ്റിലും ചേർത്തിട്ടുണ്ടെങ്കിൽ 1,20,000-ൽ പരം വോട്ടായി. ആ വോട്ട് വെച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. രാജ്യത്ത് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരീക്ഷണം. ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെ അതിൻ്റെ സത്ത ചോർത്തിക്കളയാമെന്ന പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫെഡറലിസത്തെ തകർക്കാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ ഓരോന്നും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ അവകാശം, അതുപോലെ തന്നെ മറ്റ് സഹകരണ മേഖലയിലുള്ള അവകാശം, ഇതെല്ലാം നിയമനിർമ്മാണത്തിലൂടെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുക. ഒന്ന്, എല്ലാവരും ജാഗ്രതയോടുകൂടി കാണേണ്ടത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലെ BJPയെ കാണാൻ പറ്റില്ല. ഫാസിസ്റ്റ് രീതികൾ മുന്നോട്ട് വെക്കുന്ന RSSനാലാണ് അത് നയിക്കപ്പെടുന്നത്. ആ ഫാസത്തിന്റെ ലക്ഷ്യം ഭരണകൂടത്തിലെ എല്ലാ സംവിധാനങ്ങളെയും കീഴ്പ്പെടുത്തലാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്ന്, എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും ലെജിസ്ലേച്ചറിനെയും എല്ലാം അവർ കീഴ്പ്പെടുത്തും. ലെജിസ്ലേച്ചറിലേക്ക് ഇങ്ങനെ അവർ കടന്നു വരികയും പിന്നെ എക്സിക്യൂട്ടീവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമായി മാറുകയും ജുഡീഷ്യറി പോലും അവർക്ക് അനുകൂലമാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ ജനാധിപത്യ പ്രക്രിയ അവർ പൂർണ്ണമായും അട്ടിമറിക്കുകയാണ്. നമ്മൾ അത്ഭുതപ്പെടേണ്ടത് ഈ കേരളത്തിൽ പോലും സാധ്യമാണെങ്കിൽ ഇന്ത്യയിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. ഇന്ത്യയിൽ എന്തായിരിക്കും അവസ്ഥ? കേരളത്തിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഗൗരവത്തോടെ നമ്മൾ കാണണം. അതുകൊണ്ട് എല്ലാവരും ഇതിനെതിരായി, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ജനാധിപത്യം ഇല്ലെങ്കിൽ ജീവവായു കിട്ടില്ല ഈ രാജ്യത്തെ ജനങ്ങൾക്ക്. ശരി, ഓക്കെ. ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ താങ്കൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ആലത്തൂരിൽ നിന്ന് ഞങ്ങൾ എന്തിനാണ് വോട്ട് തൃശ്ശൂരിൽ ചേർക്കേണ്ടതെന്ന്. ആലത്തൂർ മണ്ഡലത്തിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന, ഇപ്പോഴും താമസിക്കുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ തന്നെ തൃശ്ശൂരിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പ്രസന്ന അശോകന്റെ ഫ്ലാറ്റിൽ അവരറിയാതെ അവരുടെ അഡ്രസ്സ് ഉപയോഗിച്ച് വ്യാജമായി ചേർത്ത വോട്ടുകളിലെ ഹരിദാസൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ സൽജ, മുഖാമി അമ്മ, അവരൊക്കെ എവിടെയാണുള്ളത്? അവർ യഥാർത്ഥത്തിൽ ആലത്തൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽപ്പെട്ട വേലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാ ഇപ്പോൾ ഇന്ന് പോയാലും അവരെ കാണും അവിടെ. അവരിപ്പോഴും അവിടെ താമസിക്കുകയാണ്. പക്ഷെ അവര് വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ചേർത്തു. ഇങ്ങനെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന്, ചാലക്കുടി മണ്ഡലത്തിൽ നിന്നൊക്കെ BJPയുടെ പ്രവർത്തകർ തൃശ്ശൂരിൽ വോട്ട് ചേർത്തു. തൃശ്ശൂരിൽ ഇങ്ങനെ ഞങ്ങൾ എങ്ങനെയും ജയിക്കണം എന്ന മട്ടിൽ വോട്ട് ചേർത്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് സ്വാഭാവികമായ ഒരു കാര്യമായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് തൃശ്ശൂർ പോവുക, അതിനുശേഷം ഇപ്പോൾ ബാക്കി തിരികെ വന്നിട്ട് ആലത്തൂർ മണ്ഡലത്തിന്റെയും ചാലക്കുടി മണ്ഡലത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഇടങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ ഇപ്പൊ വീണ്ടും അവിടെ പോയി വോട്ട് ചെയ്യണ്ടേ? അഭിലാഷേ, ഇവിടെ നമ്മൾ ചർച്ച നടത്തുന്നത് ജനാധിപത്യത്തെ കുറിച്ചിട്ടും അതിൻ്റെ മര്യാദകളെ കുറിച്ചിട്ടും ഒക്കെ ആണെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടപെടാതിരിക്കാനുള്ള മര്യാദ താങ്കൾ കാണിക്കണം. ഈ ചർച്ചയിലുടനീളം ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലെന്ന് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പറഞ്ഞുകൊണ്ടിരിക്കലാണ്. ഒന്ന്, നിങ്ങളുടെ സൗണ്ട് അവിടെ കൂട്ടി വെച്ചിട്ടോ, എനിക്ക് നല്ല ശാരീരികമായിട്ട് അസ്വസ്ഥതകളുണ്ടോ, എൻ്റെ സൗണ്ട് വരാത്തതുകൊണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മര്യാദയും ഞാൻ പറയുന്നത് ജനാധിപത്യ മര്യാദയും നിങ്ങൾ കാണിക്കണം. ഒന്ന്, ഞാൻ പറയാം, വീണ്ടും ഇടയ്ക്കേറരുത്. എനിക്ക് പറയുന്ന കാര്യം പറഞ്ഞ നിങ്ങളുടെ അജണ്ടയ്ക്ക് അറേഞ്ച് പറയാനല്ലെന്ന് ഞാൻ വന്നത്. അഭിലാഷിന് തോന്നുന്നത് കേൾക്കാൻ ആവശ്യമുള്ളത് മാത്രം പറയാനല്ല ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇടപെടരുത്.
അഭിലാഷ് ഈ പരിപാടി നടക്കില്ലാട്ടോ. നിങ്ങൾ ഈ പരിപാടി നടക്കില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം, ജനങ്ങളെ കേൾപ്പിക്കണം. ഇവിടെ നിങ്ങളുടെ ക്യാപ്ഷൻ തന്നെ തൃശ്ശൂർ മോഷ്ടിച്ചെടുത്തോ. നിങ്ങൾ ഒരു ചാനലിൽ ഇരുന്നിട്ട് എന്ത് മര്യാദകൾ നിങ്ങൾക്ക് പറയാമെന്നും ചെയ്യാമെന്നും നിങ്ങൾ കരുതരുത്. ഈ റൺ ബേബി റൺ സിനിമയെ പോലെ ഒരു ഉണ്ടത്രയെ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും തോന്നിവാസവും എഴുതാമെന്ന് നിങ്ങളെ പോലെയുള്ള നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ട് പാടില്ല. കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ അഭിലാഷ് ജമാഅത്തെ ഇസ്ലാമിയുടെ പണം വാങ്ങിയിട്ടാണോ ഈ ചർച്ച നടത്തുന്നത് എന്നൊരാണോ കൂടി ഞാൻ ചോദിച്ചാൽ ശരിയാവോ? അല്ലെങ്കിൽ വാങ്ങിയിട്ടാണോ ഞങ്ങൾക്കെതിരെ ചർച്ച നടത്തുന്നത് എന്നൊരാണോ ചോദിച്ച് ഞാൻ ചർച്ച ചെയ്താൽ ശരിയാകുമോ? ഇതൊന്നും ശരിയല്ല അഭിലാഷ്. ആ ക്യാപ്ഷൻ അതിനോട് ശക്തമായിട്ടുള്ള എന്റെ എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ചർച്ച നടത്താം. അതിന് നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഞങ്ങൾ ഉത്തരവും തരും. പക്ഷേ ഈ ഉണ്ടത്ര വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വൃത്തികെട്ടിട്ടുള്ള ഈ രാഷ്ട്രീയ അജണ്ടകള് മാതൃഭൂമി പോലെ ഒരു ചാനൽ ശക്തമായിട്ടുള്ള എന്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിട്ടുള്ളത്. ഇത് ശരിയല്ല. ഇത് നിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണത്. നിങ്ങൾ എന്നെ കൊണ്ട് ഈ അജണ്ടയുടെ ഭാഗമാണെന്ന് പറയാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതല്ലേ മാധ്യമങ്ങളുടെ അജണ്ട. ഞാൻ കാണുന്നത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുക, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കുക, ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെ അജണ്ട. സ്വാഭാവികമായും മാധ്യമങ്ങളുടെ അജണ്ട വേണ്ടേ? ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ലാന്ന് ഈ ജനാധിപത്യത്തെ അംഗീകരിക്കാത്തത് അതിനെ തൂക്കി വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങള്, നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകര്. അവിടെയാണ് പ്രശ്നം. മോഷ്ടിച്ചത് നിങ്ങൾ എങ്ങനെയാ പറയാ? എങ്ങനെയാണ് നിങ്ങൾ പറയാ? ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്ത് ജയിച്ച ഒരാള് മോഷ്ടിക്കുകയാണ് എന്ന ആരോപണം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഉന്നയിച്ചത്. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണ് ജനങ്ങളുടെ പണം മോഷ്ടിക്കുന്നത്. എവിടെ നിന്നൊക്കെയോ പണം വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കരുത്. അപമാനിക്കലാണ് നിങ്ങൾ. ഇത് ജനാധിപത്യത്തെ അപമാനിക്കലാണ്. നിങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത്? തെളിവില്ല. ആ തെളിവ് അങ്ങനെ പറയാം. ആ തെളിവ് ഈ രാജ്യത്തെ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ വോട്ട് ചെയ്ത് ജയിച്ചതിനെ മര്യാദയ്ക്ക് മാനിക്കാൻ പഠിക്കണം അഭിലാഷേ. നിങ്ങൾക്ക് പറയാം. നിങ്ങൾ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ മോഷണം എന്ന ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. ആ മോഷണം തന്നെയാണോ തൃശ്ശൂരിൽ നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ഇത്രയൊക്കെ വിഷമം പാടുണ്ടോ ശ്യാംരാജൻ? ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ആളുകൾ കാണട്ടെ. ചർച്ചയുടെ തുടക്കം മുതൽ ആളുകൾ കാണുന്നുണ്ടല്ലോ. കാണട്ടെ. നിങ്ങൾ എന്നെ പറയാൻ അനുവദിച്ചിട്ടുണ്ടോ? എനിക്ക് ഇതിനകത്ത് നിങ്ങളുടെ സൗണ്ട് കൂട്ടി എന്റെ സൗണ്ടും കുറച്ചും വയ്ക്കുന്നു. ഇപ്പോൾ പോലും അങ്ങനെ സാധിക്കില്ല ശ്യാംരാജ്. ഒരാളുടെ സൗണ്ട് കൂട്ടി മറ്റൊരാളുടെ സൗണ്ട് കുറച്ച് വെക്കാൻ പറ്റില്ലെന്നേ. അങ്ങനെ ഒന്നും പറ്റില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. അങ്ങനെ എന്റെ അഭിലാഷം കണ്ടതാ ശ്യാംരാജ്. ഈ ചർച്ച കഴിഞ്ഞിട്ട് നമ്മളൊക്കെ എത്രയോ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ചർച്ച കഴിഞ്ഞിട്ട് അങ്ങ് യൂട്യൂബിൽ കണ്ടു നോക്കൂ. പ്രേക്ഷകർ പറയട്ടെന്ന്. നിങ്ങൾ പറയല്ലേ അല്ലെങ്കിൽ പോട്ട്. നിങ്ങൾ എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. ശരി പറയും. പറയാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. പറഞ്ഞോളൂ. പറയാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. ഈ അത് വിലയിരുത്തട്ടെ. പറയാൻ വേണ്ടി സമ്മതിക്കണം. പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടെന്നേ. അല്ല, അഭിലാഷിന് ഇഷ്ടമുള്ളത് മാത്രം എന്റെ വായിൽ നിന്ന് കേൾക്കണം നിങ്ങൾ ധരിക്കരുത്. ഞാൻ എനിക്ക് പറയാനാണ് വന്നത്. എന്റെ പറയാനാണ് വന്നത്. എങ്ങനെയാണ് പറയാനാണ് വന്നത്. ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ഞാനൊരു ചോദ്യം പറയാൻ സമ്മതിക്കണമെന്ന്. ആ ഉത്തരത്തിന്റെ സമീപത്തെങ്കിലും എത്തണ്ടേ? ചോദ്യത്തിന് ഉത്തരമല്ല പറയുന്നത്. ഞാൻ തരണോ? നിങ്ങളുടെ അഭിലാഷൻ നിങ്ങൾ ആലത്തൂർ മണ്ഡലത്തിലെ നിങ്ങളുടെ പ്രാദേശിക പ്രവർത്തകൻ ഹരിദാസും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എങ്ങനെയാണ് തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തത്? അവരവിടെ താമസിക്കുന്ന തൃശൂർ മണ്ഡലത്തിലെ റെസിഡൻസ് അല്ലാത്ത ആളുകൾ ആലത്തൂർ മണ്ഡലത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന നിങ്ങളുടെ പ്രാദേശിക പ്രവർത്തകൻ ഹരിദാസിന്റെ കുടുംബാംഗങ്ങളും എങ്ങനെയാണ് തൃശൂർ മണ്ഡലത്തിലെ ഒരു വ്യാജമായ മേൽവിലാസത്തിൽ വോട്ട് ചോദിച്ചത് എന്നുള്ളതാണ്, വോട്ട് ചേർത്തത് എന്നുള്ളതാണ് ചോദ്യം. ഹരിദാസ് വേലൂർ പഞ്ചായത്ത് ആലത്തൂർ മണ്ഡലം. ഞങ്ങളുടെ ഏത് പ്രവർത്തകൻ? നിങ്ങൾ ഓരോ പേര് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഓരോ ആളുകളെ കൊണ്ടുവന്നിട്ട് അത് ഞങ്ങളുടെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന്. അതെങ്ങനെയാണ്? അദ്ദേഹം പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുള്ള ആളാണ് ശ്യാംരാജ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് രാവിലെ മാധ്യമ പ്രവർത്തകരൊക്കെ പോയതാ. മറ്റാര്? വേലൂരിലെ ഹരിദാസന്റെ വീട്ടിൽ നിന്ന് മാധ്യമ പ്രവർത്തകരൊക്കെ പോയതാണെന്ന് അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തകനാണെന്ന് പറഞ്ഞോ? അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തകനാണെന്ന് പറഞ്ഞോ? നിങ്ങളുടെ പ്രവർത്തകനല്ലേ? അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ ബൈറ്റ് ഞാനും കണ്ടുവന്ന്. അപ്പൊ അദ്ദേഹം നിങ്ങളുടെ പ്രവർത്തകനല്ലേ? പറഞ്ഞോ?
ഇനി അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് ശ്രീ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം പറയാൻ അനുവദിക്കണം. ഇതും എന്റെ ഇടയ്ക്ക് പറയരുത്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം വോട്ട് ചേർത്തു. പിന്നീട് അദ്ദേഹത്തിന് തോന്നി അതിന് ശരികേടുണ്ടെന്ന്. അതുകൊണ്ട് അദ്ദേഹം എന്ന് മുഴുവൻ അങ്ങ് പറയുന്നത് ഷാജിയെ കുറിച്ചുമാണ്. കുറെ ആൾക്കാരുള്ളതുകൊണ്ടാണ് ശ്യാംരാജ് ഒരുപാട് പേര് ഇങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങ് പറയുന്നത് ഷാജിയെ കുറിച്ചും ഞാൻ പറയുന്നത് ഹരിദാസനെ കുറിച്ചുമാണ്. രണ്ടുപേർക്കും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇതിപ്പോ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും അതാണ് നിങ്ങളുടെ ചോദ്യം. എന്റെ ചോദ്യം അത് തന്നെയാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തില് പുതിയതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടുള്ള 1 ലക്ഷത്തിലധികം വരുന്ന വോട്ടുകൾ എല്ലാം ഞങ്ങൾക്ക് തന്നെയാണ് വന്നതെന്ന് എന്തുറപ്പാണ്? എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയൊന്നും പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ ആദ്യം കെ മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു അഭിലാഷേ? കോൺഗ്രസ് പാർട്ടി എന്നെ തോൽപ്പിച്ചു, പാർട്ടി അതിന്റെ ഒപ്പം കൂടെ വന്നില്ല, DCC പ്രസിഡന്റിന് രാജിവെക്കേണ്ടി വന്നില്ലേ? അവരുടെ വിലയിരുത്തൽ എന്താ? പറയട്ടെ. അവരുടെ വിലയിരുത്തൽ എന്തായിരുന്നു? തൃശ്ശൂരിലെ ഹിന്ദു വോട്ടുകൾ BJPക്ക് വേണ്ടിയിട്ട് ഏകീകരിക്കപ്പെട്ടോ പോലെയുണ്ട് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടഭിപ്രായങ്ങളിൽ നിന്ന് എന്നാണ് മാറിയത്? എന്ന് മുതലാണ് നിങ്ങൾ ഈ മാറിയ അഭിപ്രായം എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്? അപ്പോ തുടക്കത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം ഇതല്ല, തുടക്കത്തിലെ LDFന്റെ അഭിപ്രായം ഇതല്ല, തുടക്കത്തിലെ മാധ്യമങ്ങളുടെ അഭിപ്രായം ഇതല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ഒരു അജണ്ട, അതിനെ നിങ്ങളെല്ലാം കൂടി കയ്യിൽ എടുത്തുകൊണ്ട് അതിനെ അങ്ങോട്ട് വ്യാപിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാദം തന്നെ തെറ്റല്ലേ? ബാംഗ്ലൂർ സെൻട്രല് BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും 8 സീറ്റുകളിൽ 8 അസംബ്ലി മണ്ഡലങ്ങളിൽ 7-1 നിൽക്കുകയായിരുന്നു. അവസാനത്തെ ഒരു മണ്ഡലത്തിലെ ലീഡ് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് എന്നല്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. സത്യം എന്തായിരുന്നു? 4 എണ്ണത്തിൽ ഈക്വലായിട്ടല്ല നിന്നിരുന്നത്, 4-4 എന്നല്ല നിന്നിരുന്നത്. ഇനി ആ കള്ളം പൊളിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ധുലെ മണ്ഡലത്തില് അവിടെ 7-ൽ 6 മണ്ഡലങ്ങളിലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഞങ്ങളായിരുന്നു ഒന്നാമത് നിന്നിരുന്നത്. അവസാനം മാലേഗാവ് സെൻട്രൽ, അതാണ് മണ്ഡലത്തിന്റെ പേര്, മാലേഗാവ് സെൻട്രലിലെ വോട്ട് മാത്രം എണ്ണിയപ്പോൾ കോൺഗ്രസ് പാർട്ടി മുമ്പിൽ പോയി. അതുവരെ 1,80,000 വോട്ടിന്റെ ലീഡിൽ നിന്ന് ഞങ്ങൾ അവസാനത്തെ ഒരു മണ്ഡലത്തിൽ 1,90,000 എന്തോ വോട്ടുകൾ കോൺഗ്രസ് പാർട്ടിക്ക് വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം 4,000 വോട്ടിന് തോറ്റു. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഓരോ വാദങ്ങളും പൊളിഞ്ഞു. അപ്പൊ പുതിയ വാദങ്ങളുമായിട്ട് വരികയാണ്. ഇന്നിപ്പോ നിങ്ങൾ പുതിയ വാദമാണ് ഉന്നയിക്കുന്നത്. നിങ്ങൾ പറയുന്നത് വോട്ടർ ലിസ്റ്റ് പേരെ ചേർത്തു, ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മാത്രമല്ല അങ്ങനെ ഉണ്ടായിരുന്നത്, ഈ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. അഭിലാഷേ, എന്ത് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കാനൊന്നും പോണില്ല. അല്ല, അതുകൊണ്ടല്ല താങ്കൾ പറയാൻ അനുവദിച്ചില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം സമയം അങ്ങേക്ക് തന്നത്. ശ്യാംരാജ്, ഈ ചർച്ചയിലെ മൊത്തം ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തിയാൽ കൂടുതൽ സമയം സംസാരിച്ചത് അങ്ങ് തന്നെയാണ്. ഇപ്പൊ അയ്യന്തോൾ വാട്ടർ സിറ്റി അപ്പാർട്ട്മെന്റ്, അവിടെ അടഞ്ഞുകിടക്കുന്ന ഒരു ഫ്ളാറ്റിൽ 30 വോട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ഫ്ളാറ്റിലെയും തൃശ്ശൂരിലെ ഓരോ ഫ്ളാറ്റിലും ചേർത്ത വോട്ടുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ തലയിൽ കൈവച്ചു പോകും. അതാണ് അവസ്ഥ. ചോദ്യം അത് തന്നെയാണെന്ന് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഈ കൊച്ചിയിൽ ഇന്ന് ചേർത്തിട്ടുള്ള ഒരു വീട്ടിലെ 83 വോട്ട് അത് നിങ്ങൾ ഞങ്ങളുടെ തലയിലിടൂ. ഇല്ല, കൊച്ചിയിൽ ആരാ ചേർത്തതെന്ന് പരിശോധിക്കുക. തെളിവുള്ളത് നിങ്ങളുടെ കാര്യത്തിലാണല്ലോ, തൃശ്ശൂരിന്റെ കാര്യത്തിലാണല്ലോ. കൊച്ചിയിൽ ആരാ ചേർത്തത് എന്നുള്ളത് പരിശോധിക്കാം. തൃശ്ശൂരിൽ ചേർത്തിട്ടുള്ള എല്ലാ വോട്ടുകളും ഞങ്ങൾ ചേർത്താണോ? എല്ലാ മണ്ഡലത്തിലെയും എല്ലാ വോട്ടുകളും ഞങ്ങൾ ചേർത്താണോ? ഇതുവരെ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, അതെല്ലാം ഞങ്ങൾ ചേർത്താണോ? ഇല്ലാത്ത അഡ്രസ്സിൽ 9 വോട്ട് ചേർത്തതിലെ ആളുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിച്ച ഹരിദാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞത് വേറൊരാളുടെ അയാള് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്ന് അവിടെ വോട്ട് ചേർത്തത് താങ്കൾ തന്നെ പറഞ്ഞല്ലോ. എല്ലാം നിങ്ങളായിരിക്കില്ല, പക്ഷേ ആരെങ്കിലും ആയിക്കോട്ടെ ഇവിടെ വോട്ട് ചെയ്തോ, ശരി, അത് ആരും ആയിക്കോട്ടെ ചെയ്തോ. ഏതാണ് ഈ ഷാജി എന്ന് പറയുന്ന ആള് ചെയ്തില്ലല്ലോ, ഷാജി എന്ന് പറയുന്ന ആള് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, അദ്ദേഹം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ആലത്തൂർ ജീവിച്ചിരുന്ന ആൾ തൃശ്ശൂർ വന്ന് വോട്ട് ചേർത്തുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ സിസ്റ്റത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് വ്യക്തമാണ്. എനിക്കൊരു ഇടവേളയ്ക്ക് വേണ്ട സമയം കഴിഞ്ഞു. എന്നാലും ഇടവേള. ചർച്ച അവസാന ഘട്ടത്തിലാണ്. വോട്ട് എണ്ണുന്നതിനും ഒരു മാസം മുമ്പ് തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ബോഗസ് വോട്ടിനെ കുറിച്ച് കെ മുരളീധരൻ അന്ന് തന്നെ പരാതി പറഞ്ഞിരുന്നു. അന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ അബിൻ വർക്കി, ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചതുകൊണ്ട് അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംഗതികളാണ് ഇതൊക്കെ എന്നാണ് BJP പറയുന്നത്. ഇതിപ്പോൾ ഒരു മണ്ഡലം തൃശ്ശൂർ എന്നുള്ളതിനപ്പുറത്ത് മറ്റു പല മണ്ഡലങ്ങളിലും എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ ഒരു പരിശോധന വേണ്ടി വരുമോ?
അല്ല, തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കാമെന്നേ. നമുക്ക് ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വേണമെങ്കിലും പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. അത് ഇലക്ഷൻ കമ്മീഷൻ അതിന് തയ്യാറാകണം എന്നുള്ളതാണല്ലോ ഞങ്ങളുടെയും നിലപാട്. ഇപ്പോൾ ഏതായാലും BJPയുടെ പ്രതിനിധി ആദ്യം പറഞ്ഞ ഒരു വാദഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങൾ മാത്രമല്ലല്ലോ ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അവരത് ചെയ്തു എന്നുള്ളത് BJP പ്രതിനിധിക്കും BJPക്കാർക്കും എല്ലാം അറിയാം. അവരത് സമ്മതിക്കുകയും കൂടെ ചെയ്യുകയാണ്, ഞങ്ങൾ മാത്രമല്ലല്ലോ ചെയ്തത് എന്നതിലൂടെ. അപ്പോൾ ഇത് വ്യാപകമായി BJP തൃശ്ശൂരിൽ ചെയ്തു എന്നുള്ള വ്യക്തമാണ്. ഇപ്പോൾ വേലൂരിലെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വേലൂരിലെ 158 ബൂത്തിലെ 3 വോട്ടുകൾ അത് വിയൂരിലെ 5-ാം നമ്പർ ബൂത്തിൽ ചെയ്യുകയുണ്ടായി. അതിൻ്റെ രേഖകളും ആ ആളുകൾ BJPയുടെ പ്രാദേശിക നേതാക്കന്മാരായിരുന്നു എന്നുള്ളതും പുറത്തു വന്നിട്ടുണ്ട്. വേലൂരിലെ തന്നെ 36-ാം ബൂത്തിലെ ആളുകൾ അവർ പൂങ്കുന്നം പ്രദേശത്ത് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്, ഹരിശ്രീ വാർഡിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതും വളരെ വ്യക്തമാണ്. ഇപ്പോൾ ആദ്യം BJP പ്രതിനിധി പറഞ്ഞു അവർക്ക് സുരേഷ് ഗോപിക്ക് ഒരു വോട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ കുടുംബമായിട്ട് ഇങ്ങ് വന്ന് ഒരു വ്യാജ മേൽവിലാസം ഉണ്ടാക്കി അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. പിന്നീട് അവർക്ക് തോന്നി വേണ്ട, ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട, അത് ജനാധിപത്യത്തിന് അത്ര ഭൂഷണമല്ല എന്ന് തോന്നി എന്നുള്ള തരത്തിലാണ് ഇവിടെ BJP പ്രതിനിധി പറയുന്നത്. സത്യാവസ്ഥ എന്താണ്? ആ പ്രസന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ 9 വ്യാജ വോട്ടർമാർ വന്നപ്പോൾ അത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വ പേരുകളടക്കം ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തതായി അറിഞ്ഞതുകൊണ്ടാണ് ഈ സ്വയം മനസാലെ BJPക്ക് വോട്ട് ചെയ്യാൻ വന്ന ആ BJP പ്രവർത്തകർ അവരങ്ങ് പിന്താങ്ങി ജനാധിപത്യത്തോടുള്ള മൂല്യം കാത്തു സൂക്ഷിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതറിയാത്ത, അറിയപ്പെടാത്ത അനേകായിരം വോട്ടുകൾ അത് തൃശ്ശൂരിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം എന്തെല്ലാമൊക്കെയോ പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇതേവരെ ഈ നിമിഷം വരെ രാഹുൽ ഗാന്ധിയുടെ ഒരാരോപണവും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ആദിത്യ ശ്രീവാസ്തവയുടെ കാര്യം ഉൾപ്പെടെ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് തെറ്റാണെന്ന് ഇവിടെ വ്യക്തമായതാണ്. 80 ഇപ്പോൾ താങ്കൾ ഒരു കാര്യം സംഭവിച്ചാൽ മതി. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം സംഭവിച്ചു, ഒരൊറ്റമുറി വീട്ടിൽ 80 വോട്ടുകൾ അതുണ്ടായിരുന്നു എന്നുള്ള ആ ഒറ്റമുറി വീട്ടിലേക്ക് നിങ്ങൾ മലയാളി മാധ്യമ പ്രവർത്തകരടക്കം ചെന്നാണ്. 80 വോട്ടുകൾ അവിടെ താമസിച്ചതായിട്ടോ അവിടെ ഉള്ളതായിട്ടോ ആർക്കും അറിയില്ല. ഒരു ബ്രൂവറിയുടെ പേരിൽ 68 വോട്ടുകൾ. ഒന്നും വേണ്ട, ഇപ്പോൾ പബ്ലിഷ് ചെയ്ത വോട്ടർ പട്ടികയിൽ 10,000-ഓളം വോട്ടുകളിൽ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ABCDEFG എന്നുള്ളത് ഇപ്പോഴും പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ്. ഹൗസ് നമ്പർ 0 ആണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ശകുൻ റാണിയുടെ ഉൾപ്പെടെയുള്ള 2 ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരൊറ്റ കാര്യത്തിനും രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കാൻ ഒരു ഇലക്ഷൻ കമ്മീഷനും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് പരാതി കൊടുത്തു കഴിഞ്ഞ് മറുപടി പറയാമെന്നൊക്കെ പറയുന്നത്. ഈ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിന് നേരെ ഇത്ര വലിയ ആരോപണം നിങ്ങൾ ആലോചിക്കുക. ഇലക്ഷൻ കമ്മീഷന് എതിരെയാണ് ഈ ആരോപണം. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എനിക്ക് തന്നെ പരാതി പറയൂ എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കുന്നത് അത് എങ്ങനെയാണ്? എൻ്റെയും നിങ്ങളുടെ സിറ്റിസൺ റൈറ്റായി നമ്മുടെ വോട്ടിംഗ് റൈറ്റ്, ആ അധികാരം ദുർവിനിയോഗം ചെയ്ത് വ്യാജമായി അനധികൃതമായി വോട്ടുകൾ ചേർത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ചതാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് നരേന്ദ്രമോദി ഇവിടെ ഭരിക്കാൻ കയറിയിരിക്കുന്നത്. പിന്നെ ഒറ്റക്കാരോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃത്വം, രാഹുൽ ഗാന്ധി അങ്ങ് ഇകഴ്ത്തി കാണിച്ച് എന്ത് പ്രതിപക്ഷ നേതാവെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, ഏതാണ്ട് 35-40 സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഈ രാജ്യത്തുള്ളത്. ആ വോട്ടുകൾ, ആ സീറ്റുകൾ എങ്ങനെ വന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉത്തരവാദിത്വത്തോടുകൂടി ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തുന്ന പോരാട്ടം. അതെ, ഓക്കെ, വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈമിന്റെ സമയം അവസാനിച്ചതുകൊണ്ടാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. അത്ര ഗൗരവതരമാണ്. നമ്മുടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്ന വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.